So welcome back to our channel. So നമ്മൾ നെക്സ്റ്റ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്കിൻ്റെ ഡേറ്റ സ്ട്രക്ചറിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. സോ നമ്മൾ കണ്ടിന്യൂഷൻ ആയിട്ട് നെക്സ്റ്റ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. മെയിനായിട്ട് നമുക്കിതിൽ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് ട്രീ ട്രാവേഴ്സൽ മെത്തേഡ്സ് ആണ്. നമുക്ക് ഡേറ്റ സ്ട്രക്ചറിൽ 3 ട്രാവേഴ്സൽ മെത്തേഡ്സ് പഠിക്കാനുണ്ട്. ഇന്നോർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ. ഈ 3 എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. സോ നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ട്രീ ട്രാവേഴ്സൽ പെർഫോംഡ് ഓൺ എ ബൈനറി സെർച്ച് ട്രീ റിസൾട്ട്സ് ഇൻ അസെൻഡിങ് ഓർഡർ ലിസ്റ്റിംഗ് ഓഫ് ദ കീസ്? ഏത് ട്രീ ട്രാവേഴ്സലാണ് ബൈനറി സെർച്ച് ട്രീയിൽ പെർഫോം ചെയ്യുമ്പോൾ റിസൾട്ട് അസെൻഡിങ് ഓർഡർ ലിസ്റ്റിംഗ് ആയിട്ട് കീസ് കിട്ടുന്നത്? ഓക്കെ, സോ അതിൻ്റെ ഉത്തരം വന്നിട്ട് ഇൻ ഓർഡർ എന്നാണ്. നമുക്കപ്പോൾ ഓരോ ഓർഡർ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എന്തുകൊണ്ടാണ് ഇൻ ഓർഡർ അസെൻഡിങ് ഓർഡറിൽ ആയെന്ന്. ഓക്കെ, ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഇൻ ഓർഡർ ആണ്. ഇൻ ഓർഡർ ട്രാവേഴ്സിലാണ് ചെറുതിൽ നിന്ന് വലുതിലോട്ട് കീസ് ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്ക് ആദ്യം നോക്കാം എങ്ങനെയാണ് ഒരു ഇൻ ഓർഡർ ട്രാവേഴ്സിൽ പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ സപ്പോസ് ഈ ഒരു ബൈനറി സെർച്ച് ട്രീ എക്സാമ്പിളായിട്ട് എടുക്കുക. ഇവിടെ നമുക്ക് അറിയാം ഇൻ ഓർഡർ എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡർ ആണെന്ന് പറയാം. അപ്പോൾ ചെറുതിൽ നിന്ന് വലുത് നിങ്ങൾക്കിപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അധികം ടൈം ഇല്ല ചെയ്ത് നോക്കാനായിട്ടൊന്നും. സോ നിങ്ങൾക്ക് അസെൻഡിങ് ഓർഡറിലാണെന്ന് അറിയാമെങ്കിൽ ഇങ്ങനെ ഒരു ബൈനറി സെർച്ച് ട്രീ കിട്ടിയാൽ ഇതിലെ എല്ലാ നോട്ട്സും അല്ലെങ്കിൽ എല്ലാ കീസും എന്ത് ചെയ്താൽ മതി, ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതിയാൽ മതി. അപ്പോൾ ആൻസർ എങ്ങനെ കിട്ടും? 8, 12, 20, 22, 25, 30, 40. ഓക്കെ, അങ്ങനെ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതി നിങ്ങൾക്ക് ഇപ്പം ഒരു ബൈനറി സെർച്ച് ട്രീ തന്നിട്ട് അതിൻ്റെ ഇൻ ഓർഡർ ട്രാവേഴ്സിൽ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ അസെൻഡിങ് ഓർഡറിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ഗെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ ഇത് LDR എന്ന് പറഞ്ഞാണ് ഫോമാറ്റ് വരുന്നത്. അതായത് ഇപ്പം നമ്മളിപ്പം ഇതിൻ്റെ റൂട്ട് നോഡ് എടുക്കുക. റൂട്ട് നോഡ് ഏതാണ്? 22 ആണല്ലേ? സോ അവിടെ നമ്മൾ LDR ഫോർമാറ്റ്. LDR എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്, ഡേറ്റ, റൈറ്റ്. സോ 22-ന് ലെഫ്റ്റ് എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ലെഫ്റ്റ് ഉണ്ടല്ലേ? സോ ലെഫ്റ്റിലോട്ട് പോയി. അപ്പോൾ നമ്മൾ ഏത് നോഡിലെത്തി? 12 എന്ന് പറഞ്ഞ നോഡിലോട്ട് എത്തി. 12-ന് ലെഫ്റ്റ് ഉണ്ടോ? ഉണ്ട്. സോ നമ്മൾ അടുത്ത അതിൻ്റെ ലെഫ്റ്റിലോട്ട് എത്തി. ഓക്കെ, അപ്പോൾ ഇനി ഇതിന് ലെഫ്റ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ലെഫ്റ്റ് ഇല്ല. ഇനി ഇതിൽ ഡേറ്റ ഉണ്ട്. ഡേറ്റ എന്ന് പറഞ്ഞാൽ ഈ നോഡിൽ എന്തെങ്കിലും ഉണ്ടോ? ഡേറ്റ ഉണ്ട്. സോ ആദ്യം അത് കയറുന്ന ഏത് ട്രാവേഴ്സിൽ ആദ്യം ഏത് കയറും? 8 കയറും. നെക്സ്റ്റ് നോക്കുക, ഇതിന് റൈറ്റ് ഉണ്ടോ? ലൈറ്റ് ഇല്ല. സോ നമ്മളിത് മുകളിലോട്ട് പോകും. മുകളിൽ നോക്കിയാൽ LDR. ഇതിന് ഏതെങ്കിലും ലെഫ്റ്റ് ഉണ്ടോ? ലെഫ്റ്റ് ഇല്ല. ഡേറ്റ ഉണ്ടോ? ഉണ്ട്. 12. ഡേറ്റയും പോയി. ഇനി റൈറ്റ്. ഇതിന് റൈറ്റ് ഉണ്ടോ? 12-ന് ഉണ്ട്. 20. സോ റൈറ്റും എടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ മണ്ടയിൽ നമ്മൾ വന്ന വഴി ബാക്ക് ട്രാക്ക് ചെയ്ത് പോവാണ്. നെക്സ്റ്റ് LDR നോക്കാം. ഇതിന് ലെഫ്റ്റ് ഉണ്ടോ? ലെഫ്റ്റ് എല്ലാം ഇല്ല. ലെഫ്റ്റ് ഇല്ല. ഇനി ഡേറ്റ ഉണ്ടോ? ഡേറ്റ ഉണ്ട്. എന്താണ്? 22. ഇനി അടുത്ത. അപ്പോൾ ഡേറ്റയും പോയി. ഇനി റൈറ്റ് ഉണ്ടോ? ഉണ്ട്. 30. അപ്പോൾ ഇവിടെ എന്ത് വരും? LDR. അപ്പോൾ ഇതിന് ലെഫ്റ്റ് ഉണ്ടോ? ഉണ്ട്. 25. ഓക്കെ, ഇനി അടുത്ത. ഇതിന് റൈറ്റ് ഉണ്ടോ? റൈറ്റ്. അതിന് ഡേറ്റ ഉണ്ട്. 25-ൽ ഇവിടെ LDR ഇല്ലേ? ലെഫ്റ്റ് ഇല്ല. ഡേറ്റ ഫില്ല് ചെയ്ത് 25. ഇനി 30-ക്ക് മുകളിലോട്ട് ബാക്ക് ട്രാക്ക് ചെയ്ത് 30-ൽ എന്തുണ്ട്? റൈറ്റ്. ലെഫ്റ്റിന് പോയി. ഡേറ്റയേ ഉള്ളൂ. അപ്പോൾ ആരെടുക്കും? 30 എടുക്കും. ഇനി 30-യുടെ റൈറ്റ് 40. ഓക്കെ, സോ ഇങ്ങനെയാണ് മെയിനായിട്ട് പെർഫോം ചെയ്യുന്നത്. ഓരോ നോഡിൽ നിന്നും റൈറ്റ് ലെഫ്റ്റ് നോക്കി ഡേറ്റയും നോക്കി അല്ലെങ്കിൽ ബാക്ക് ട്രാക്ക് ചെയ്ത് വാല്യൂ എടുത്താണ് നമ്മൾ ഇൻ ഓർഡർ ട്രാവേഴ്സിൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് പ്രീ ഓർഡർ നോക്കാം. പ്രീ ഓർഡറിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ DLR ആണ്. DLR അതായത് ഡേറ്റ കഴിഞ്ഞ് ലെഫ്റ്റ് പിന്നെ റൈറ്റ്. അപ്പോൾ ഞാനിപ്പം നമ്മൾ ഈ DLRൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റൂട്ട് നോഡ് ഉണ്ടല്ലോ, റൂട്ട് നോഡ് ഫ്രണ്ടിൽ വരും. ഫസ്റ്റ് നോഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്ന റൂട്ട് നോഡ്. അപ്പോൾ ഇവിടെ റൂട്ട് നോഡ് എന്താണ്? 22 ആണല്ലേ? നമ്മളിവിടെ ആദ്യം DLR കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഡേറ്റ ഏത് ഡേറ്റയാണ്? 22-ന് ആദ്യം വരും. റൂട്ട് നോഡായിരിക്കും ആദ്യം വരുന്നത്. 22 DLR. D പോയി. ഇനി അതിന് ലെഫ്റ്റ് ഉണ്ടോ? ഉണ്ട്. ഇതാ DLR 12 അല്ലേ? ഇതിന് ഡേറ്റ ഉണ്ടോ? ഉണ്ട്. 12. ഇതിന് ലെഫ്റ്റ് ഉണ്ടോ? 8. DLR. ഇനി ഡേറ്റ ഉണ്ടോ? ഉണ്ട്. 8. സോ 12, 8. ഇനി ഇതിന് ലെഫ്റ്റ് ഉണ്ടോ? റൈറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാക്ക് ട്രാക്ക് ചെയ്യും. 12-ലെത്തും. 12-ലെത്തുമ്പം 12-ൻ്റെ അടുത്ത് ഇനി ലെഫ്റ്റ് ഉണ്ടോ? ലെഫ്റ്റ് ഇല്ല. ഇനി റൈറ്റേ ഉള്ളൂ. DLR. റൈറ്റ് ആരാണ്? 20 ആണ്. അല്ല ഡേറ്റ ഉണ്ടല്ലോ 20. ട്രാവേഴ്സിലോട്ട് കയറ്റി. അടുത്ത്. ഇനി ഇവിടെ ഒന്നുമില്ല. റൈറ്റുമില്ല ലെഫ്റ്റില്ല. നമ്മൾ തിരിച്ച് എവിടെ? 12-ലോട്ട് ബാക്ക് ട്രാക്ക് ചെയ്യുക. 22-ലോട്ട് ബാക്ക് ട്രാക്ക് ചെയ്യും. അപ്പോൾ ഇനി നോക്കിയല്ലോ ഡേറ്റ കഴിഞ്ഞു. ഇനി ലെഫ്റ്റ് ഉണ്ടോ? ലെഫ്റ്റ് ഇല്ല. ഇനി ആരേ ഉള്ളൂ? റൈറ്റേ ഉള്ളൂ. റൈറ്റിൽ 30 ഉണ്ട്. 30-ക്ക് DLR. അല്ല ഡേറ്റ ഉണ്ടേ? ഡേറ്റ DLR 30 ട്രാവേഴ്സിൽ കയറി. അടുത്തതിന് ലെഫ്റ്റ് ഉണ്ടോ? ഉണ്ട്. 25-ൽ DLR. ഡേറ്റ പോയി. 25. പിന്നെ ഇനി ഉണ്ടോ? ഇതിന് ലെഫ്റ്റും ഇല്ല റൈറ്റും ഇല്ല. സോ ബാക്ക് ട്രാക്ക് ചെയ്ത് 30-ൽ വരുന്നു.
അവിടുത്തെ ലെഫ്റ്റ് ഇല്ല, ഇനി റൈറ്റേ ഉള്ളൂ. റൈറ്റ് ആരാണ്? 40. സോ നമ്മൾ പ്രീ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 22, 12, 8, 20, 30, 25, 40 എന്നായിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ പോസ്റ്റ് ഓർഡർ. പോസ്റ്റ് ഓർഡർ വരുമ്പോൾ മെയിനായിട്ട് വരുന്നത് LRD ആണ്. LRD ഫോർമാറ്റിലാണ്. LRD ലെഫ്റ്റ് റൈറ്റ് ഡേറ്റ്. അപ്പോൾ ആദ്യം ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ പോസ്റ്റ് ഓർഡറിൽ നമ്മൾ ഈ റൂട്ട് നോഡ് ഉണ്ടല്ലോ 22 ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും വരിക. ഓക്കെ, ഞാൻ ആദ്യം റൂട്ടിൽ നിന്ന് തുടങ്ങിയാണ്. LRD. അതിന് ലെഫ്റ്റ് ഉണ്ടോ? ഉണ്ടല്ലേ, ലെഫ്റ്റ് LRD 22. ഈ ഡേറ്റ് വരുമ്പോഴാണ്, ഡേറ്റ എന്ന് പറഞ്ഞാൽ ഡിയിലോട്ട് എൻ്റർ ആകുമ്പോഴാണ് ട്രാവേഴ്സിലോട്ട് ഓരോ എലമെൻറ്റ് കയറുന്നത്. ഓക്കെ, ഇനി LRD. ഇവിടെ ലെഫ്റ്റ് ഉണ്ടോ? ഉണ്ടല്ലേ, LRD. ഇനി ലെഫ്റ്റ് ഉണ്ടോ? ഇല്ല. റൈറ്റ് ഉണ്ടോ? ഇല്ല. പിന്നെ ആരേ ഉള്ളൂ? ഡേറ്റ. അപ്പോൾ ആദ്യം ഏത് കയറും? 8. ഓക്കെ, നെക്സ്റ്റിന് ബാക്ക് ട്രാക്ക് ചെയ്ത് 12 വന്നു. 12 റൈറ്റ് ഉണ്ടോ? ഉണ്ട്, LRD. അതിന് ലെഫ്റ്റ് ഉണ്ടോ? റൈറ്റ് ഉണ്ടോ? ഇല്ല. ഡേറ്റ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ? 20. അതിൻ്റെ ഡേറ്റയാണ് 20. ഓക്കെ, നെക്സ്റ്റിന് ബാക്ക് ട്രാക്ക് ചെയ്ത് 12 12 റൈറ്റ് ഇല്ല, ഡേറ്റ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആര് എൻ്റർ ആവും? 12. ഇനി ബാക്ക് ട്രാക്ക് ചെയ്ത് 22 22 ലെഫ്റ്റ് പോയി. ഇനി റൈറ്റ് ഉണ്ടോ? റൈറ്റ് ഉണ്ടല്ലേ, റൈറ്റ് ഉണ്ട്, LRD. ഇനി ഇതിന് ലെഫ്റ്റ് ഉണ്ടോ? ഉണ്ട്, 25 ഉണ്ട് ലെഫ്റ്റ്. സോ ലെഫ്റ്റും പോയി. ലെഫ്റ്റ് പോയി, റൈറ്റും പോയി. റൈറ്റ് ഇല്ല 25ക്ക്, ആരേ ഉള്ളൂ? ഡേറ്റ. അപ്പോൾ ആരുടെ അടുത്ത് എൻ്റർ ആവും? 25. നെക്സ്റ്റ് മുകളിൽ ബാക്ക് ട്രാക്ക് ചെയ്ത് 30 വന്നു. 30 വന്നപ്പോൾ 30 റൈറ്റ് ഉണ്ടോ? ഉണ്ടല്ലേ, LRD. 40 ഉണ്ട്, എല്ലും ഇല്ല, റൈറ്റും ഇല്ല, ആരേ ഉള്ളൂ? ഡേറ്റ. അപ്പോൾ 40 വരും. നെക്സ്റ്റ് ബാക്ക് ട്രാക്ക് ചെയ്ത് എവിടെ ചെന്നും? 30 ബാക്ക് ട്രാക്ക് ചെയ്ത് 30 എത്തുമ്പോൾ അവിടുത്തെ ഡേറ്റ 30. നെക്സ്റ്റ് വീണ്ടും ബാക്ക് ട്രാക്ക് ചെയ്ത് എവിടെ എത്തും? 22. അപ്പോൾ എല്ലും പോയി, 6 പോയി, ആരേ ഉള്ളൂ? ഡേറ്റ. അപ്പോൾ 22 ആണോ? ലാസ്റ്റ് ഫൈനൽ വരുന്നത് 22 ആയിരിക്കും, റൂട്ട് നോഡ്. മനസ്സിലായി? അപ്പോൾ ഇവിടെ പോസ്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ 8, 20, 12, 25, 40, 30, 22 ഇങ്ങനെയായിരിക്കും കിട്ടുന്നത് ട്രാവേഴ്സ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ട്രാവേഴ്സിൽ ചെയ്യുന്നത്? എന്നാൽ നോക്കിക്കോ, ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടുള്ള പ്രീ ഓർഡർ പോസ്റ്റ് ഓർഡർ മൂന്നിലും ചെയ്തിട്ടുള്ള ആൻസറാണ് ഈ തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇത് വെച്ചുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. സപ്പോസ് ദ നമ്പേഴ്സ് 7518360942 are inserted in that order into an initially empty binary search tree. The binary search tree uses the usual ordering on natural numbers. What is the in-order traversal? So നമുക്കിവിടെ ഒരു ബൈനറി സെർച്ച് ട്രീയിൽ ഇൻസേർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് തന്നിട്ടുണ്ടല്ലേ, അതിൻ്റെ ഇൻ-ഓർഡർ ട്രാവേഴ്സിൽ കണ്ടു. അപ്പോൾ നമുക്കറിയാം ഇൻ-ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അസെൻഡിങ് ഓർഡർ എന്നാണ്. ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ LDA വെച്ച് ചെയ്യുക, ആ ഒരു ഫോർമാറ്റിൽ ട്രീ വരച്ച് ആദ്യം ഒരു ബൈനറി സെർച്ച് ട്രീ വരയ്ക്കുക, എന്നിട്ട് ആ LDA വെച്ച് ഓരോ നോഡ് ട്രാവേഴ്സ് ചെയ്ത് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻ-ഓർഡർ അറിയാം, നമുക്ക് അസെൻഡിങ് ആണെന്ന് അറിയാം. സോ ഈ ഒരു തന്നിരിക്കുന്ന ഈ ഒരു നമ്പേഴ്സിന് അസെൻഡിങ്ങിൽ എഴുതിയാൽ പോലെ നമുക്ക് ഉത്തരം കിട്ടത്തില്ലേ? അപ്പോൾ അതിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 0, 2 അല്ല, 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഉണ്ടോ? 0 ആണ് ഏറ്റവും ചെറുത്. പിന്നെ 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, അസെൻഡിങ് ഓർഡറിലല്ലേ, ചെറുതിൽ നിന്ന് വലുതിലോട്ട്. ഇതിൽ ഏത് ഓപ്ഷനാണത്? C. സോ ഓപ്ഷൻ നമ്പർ C ആണ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ദ പ്രീ ഓർഡർ ട്രാവേഴ്സൽ സീക്വൻസ് ഓഫ് എ ബൈനറി സെർച്ച് ട്രീ. ഒരു പ്രീ ഓർഡർ ട്രാവേഴ്സൽ തന്നിട്ടുണ്ട്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ പോസ്റ്റ് ഓർഡർ? പ്രീ ഓർഡർ തന്നിട്ട് പോസ്റ്റ് ഓർഡർ കണ്ടുപിടിക്കാൻ പറയും. സോ അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞുതരാം. സോ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. നമുക്ക് ആ ഒരു പ്രീ ഓർഡർ ട്രാൻസ്വേഴ്സൽ നമുക്ക് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്: 30, 20, 10, 15, 25, 23, 39, 35, 42. നമുക്ക് പ്രീ ഓർഡർ തന്നിട്ടുണ്ട്. നമുക്കിതിന് എന്ത് കണ്ടുപിടിക്കണം? പോസ്റ്റ് ഓർഡർ കണ്ടുപിടിക്കുന്നത്. ഓരോ ട്രാവേഴ്സിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു കൺവേർഷൻ ചെയ്യണമെങ്കിൽ ആദ്യം പ്രീ ഓർഡർ ട്രാവേഴ്സിൽ തന്നിട്ടുണ്ട്. ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കാം? ഇൻ ഓർഡർ കണ്ടുപിടിക്കാം. നമുക്കറിയാം ഇൻ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ അസെൻഡിങ് ഓർഡർ, ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതുന്നതാണ് ഇൻ ഓർഡർ ട്രാവേഴ്സ്. സോ ഇതിൽ ഏറ്റവും ചെറിയ ഏതാണ്? 10. ഈ താഴെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എഴുതുന്നത് 10. അത് കഴിഞ്ഞതാ 15, 20, 23, 25, 30, 35, 39, 42. ഓക്കെ, അപ്പോൾ ഞാൻ ചെറുതിൽ നിന്ന് വലുതിലോട്ട് ഇൻ ഓർഡർ എഴുതും. ഈ മുകളിൽ എഴുതിക്കുന്ന പ്രീ ഓർഡർ, താഴെ എഴുതിക്കുന്ന ഇൻ ഓർഡർ. ഇനി നമ്മൾ ഇത് വച്ചിട്ട് ഒരു ബൈനറി സെർച്ച് ട്രീ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് നോക്കിക്കോ. ഫസ്റ്റ് നമ്മൾ ഈ ഒരു പ്രീ ഓർഡറിലെ ഫസ്റ്റ് എലമെന്റ് എന്താണ്? 30. അതാണ് നമ്മുടെ റൂട്ട് നോഡായിട്ട് വെച്ചു. ഓക്കെ,
ഇതിൽ നിന്ന് നെക്സ്റ്റ് എലമെന്റ് നമ്മൾ എന്താണ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ 30 കഴിഞ്ഞ് നെക്സ്റ്റ് 20 ആണല്ലേ. ഈ 30 നമ്മുടെ ഇൻഓർഡറിൽ എവിടെയാണെന്ന് നോക്കുക. 30 എവിടെയാണ് ഇൻഓർഡറിൽ വന്നിട്ടുള്ളത്? ഇവിടെയാണ് അല്ലേ. ഈ ഇൻഓർഡറിൽ ഇതൊന്ന് റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, 30 ഇൻഓർഡറിൽ ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഈ 30യുടെ ഈ സൈഡിൽ ഇങ്ങോട്ടുള്ളത് ഇത്രയായിരിക്കും, ഇതിന്റെ റൈറ്റ് സബ്ട്രീ ആയിട്ടും ഇങ്ങോട്ട് വരുന്നത് ലെഫ്റ്റ് സബ്ട്രീ ആയിരിക്കും. ഇത്രയും കമൗണ്ട്സ് എൻ്റെ ലെഫ്റ്റ് സബ്ട്രീയും ഇത്രയും കമൗണ്ട്സ് റൈറ്റ് സബ്ട്രീ. ഓക്കെ അല്ലേ. സോ ആദ്യം നമുക്ക് റൈറ്റ് നോക്കാം. റൈറ്റിലോട്ട് നോക്കിയേ, 35, 39, 42. ഇതിൽ 35 ഉണ്ട്, 39 ഉണ്ട്, 42. ഇതിൽ ഏതായിരിക്കും ആദ്യം വരുന്ന റൈറ്റ്? നമുക്ക് ഇവിടെ ഒരു റൈറ്റ് വരണമല്ലേ. ഇവിടെ ആദ്യം ഏത് വരും നമുക്ക് അറിയാൻ പറ്റത്തില്ല അല്ലേ. നമുക്കറിയില്ല 35 ആണോ 39 ആണോ 42 ആണോ എന്ന്. സോ നമ്മൾ എന്ത് ചെയ്യും, ഈ 35 ഉണ്ടല്ലോ, ഈ 35 നമ്മൾ ഈ ഒരു പ്രീ ഓർഡർ നോക്കണം. ഓക്കെ, പ്രീ ഓർഡറിൽ ഏത് നമ്പറാണോ 35, 39, 42ൽ ഏത് നമ്പറാണോ ആദ്യം വരുന്നത് അവരായിരിക്കും ആദ്യത്തെ റൈറ്റ് സബ്ട്രീയിൽ വരാം. ഈ 35 ആണ് നമ്മൾ നോക്കുക. 35, 39, 42 ആണ് റൈറ്റിലുള്ള. ഇതിൽ ആദ്യം വരുന്ന 23, 39, 35, 42 ആദ്യം വരുന്നത് ഇവിടെ 39 ആണ്. സോ റൈറ്റ് സബ്ട്രീയിൽ ആദ്യം എൻ്റർ ആവുന്ന ആരായിരിക്കും? 39 ആയിരിക്കും. അപ്പോൾ 39 കഴിഞ്ഞു. നെക്സ്റ്റ് ആരാണ്? 35 ആണ്. അപ്പോൾ 39ൽ നിന്ന് നെക്സ്റ്റ് 35 കൊടുക്കും. 35 എന്ന് പറയുന്നത് 39 കാട്ടി എന്താണ്? ചെറുതാണ് 35. ഓക്കെ, നെക്സ്റ്റ് 42. 39 കാട്ടി ലാർജറാണ്. സോ 42. ഓക്കെ അല്ലേ. ഓക്കെ ഫൈൻ. സോ ഇങ്ങനെയാണ് നമ്മൾ റൈറ്റ് സൈഡ് ചെയ്തു. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ നോക്കി ഇത്രയുണ്ട്, ഒരു 5 എലമെന്റ്സ് എൻ്റർ ചെയ്യാനുണ്ട്. സോ ഇതിൽ ആദ്യം ആരെ എൻ്റർ ചെയ്യും? എങ്ങനെ നമ്മൾ നോക്കും? ഈ ഒരു പ്രീ ഓർഡർ നോക്കാം. ഇതിലിപ്പോൾ 10, 15, 20, 23, 25 ഇതിൽ ആരാണോ ആദ്യം വരുന്നത്? 30 കഴിഞ്ഞ അടുത്ത ആരാണ്? 20 ആണ്. സോ അടുത്ത ആര് വരും? 20 ആയിരിക്കും എൻ്റർ ആവുന്നത്. ഓക്കെ, 20. അപ്പോൾ നമ്മൾ ഈ 20 ഫോക്കസ് ചെയ്തു. ഓക്കെ, ഈ 20യുടെ ലെഫ്റ്റ് സൈഡും ഉണ്ട്, റൈറ്റ് സൈഡും ഉണ്ട്. 20യുടെ ലെഫ്റ്റ് സൈഡിൽ 10, 15 വരും, റൈറ്റ് സൈഡിൽ 23, 25 വരും. അപ്പോൾ നമുക്ക് എഴുതി കൂടെ 20യുടെ ലെഫ്റ്റ് സൈഡിൽ ഏത് വരും? ലെഫ്റ്റ് സൈഡിൽ 10 ഉണ്ട്, 15 ഉണ്ട്. അവിടെ നമ്മൾ കമ്പയർ ചെയ്യാം. 10 ആണ് ആദ്യം വരുന്നത്. സോ 10 ഫസ്റ്റ്. അത് ഏനാണ്? 15. 15 കുറച്ചും കൂടി ലാർജർ ആണ്. സോ നമ്മൾ ക്ലിയർ ആയോ? ഓക്കെ, ഇനി 20 നോക്കിയേ. 20യുടെ ലെഫ്റ്റ് അല്ല, റൈറ്റ് സൈഡ്. ഇത് റൈറ്റ് ആണ്. റൈറ്റ് സൈഡ് 23, 25 ഉണ്ട്. ഇതിൽ ആരാദ്യം വരും? നോക്കിയേ, ഇതിൽ ആരാണ് ആദ്യം? 25 ആണ്. സോ റൈറ്റിൽ ആദ്യം 25 വരും, എന്നിട്ട് അതിന് ശേഷം ആണ് 23 വരുന്നല്ലേ. അതും ഈ 25 ബേസ് ചെയ്ത് നോക്കുമ്പോൾ 25 എവിടെയാണ്? ലെഫ്റ്റ് ആണ്. സോ ലെഫ്റ്റ് ആയിട്ട് വേണം വരയ്ക്കാൻ. ക്ലിയർ അല്ലേ. സോ ഇങ്ങനെയാണ് ഒരു ബൈനറി സെർച്ച് ട്രീ വരച്ച്. ഇനി നമ്മൾ ബൈനറി സെർച്ച് ട്രീ വരച്ചിട്ട് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? പോസ്റ്റ് ഓർഡർ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സോ നമുക്കിനി പോസ്റ്റ് ഓർഡർ കണ്ടുപിടിക്കണം. ഇതിൻ്റെ പോസ്റ്റ് ഓർഡർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമുക്കറിയാം. പോസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ ഏത് ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആദ്യം ലെഫ്റ്റ് റൈറ്റ് ഡേറ്റ. സോ ആദ്യം നമ്മൾ റൂട്ടിന് ലെഫ്റ്റ് റൈറ്റ് ഡേറ്റ കൊടുത്തു. ഇതിന് ലെഫ്റ്റ് ഉണ്ടോ? ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് ഇവിടെ വന്നു, 20 എന്നുള്ള നോട്ടിൽ വന്നു. ഇതിന് ലെഫ്റ്റ് ഉണ്ടോ? ഉണ്ട്. ഇതിന് ഇനി ലെഫ്റ്റ് ഉണ്ടോ? ഇല്ല, റൈറ്റേ ഉള്ളൂ അല്ലേ. അപ്പം നമ്മൾ ലെഫ്റ്റ് ഇല്ല. ഇനി റൈറ്റ് ഉണ്ടോ? ഉണ്ട്, 15 LRD. ഇതിന് ലെഫ്റ്റ് ഉണ്ടോ? ഇല്ല. റൈറ്റ് ഉണ്ടോ? ഇല്ല. ആരേ ഉള്ളൂ? ഡേറ്റ. അപ്പോൾ ആദ്യം ട്രാവേഴ്സിൽ എൻ്റർ ആവുന്ന ആരായിരിക്കും? 15. ക്ലിയർ അല്ലേ. നെക്സ്റ്റ് നോക്കിയാൽ നെക്സ്റ്റ് 10. നെക്സ്റ്റ് ഡേറ്റയും പോയി. ഇനി നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്ത് 10ൽ വരുന്നു. 10ൽ റൈറ്റ് ഉണ്ടോ? ഇല്ല. എന്തേ ഉള്ളൂ? ഡേറ്റ ഉള്ളൂ. ഡേറ്റ് എന്താണ്? 10. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ നിന്ന് ട്രാവേഴ്സ് നമ്മൾ 20ൽ എത്തുന്നു. 20ൽ ലെഫ്റ്റ് ഉണ്ടോ? ലെഫ്റ്റ് തീർന്നു. ഇനി ആരേ ഉള്ളൂ? റൈറ്റിലോട്ട് വന്നു, LRD. റൈറ്റിൽ ലെഫ്റ്റ് ഉണ്ടോ? ഇല്ല. ലെഫ്റ്റ് ഉണ്ടല്ലോ, LRD ഇവിടെ ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്. അപ്പോൾ ലെഫ്റ്റിൽ 23ൽ വന്നു. ഇവിടെ ലെഫ്റ്റും ഇല്ല, റൈറ്റും ഇല്ല, ഡേറ്റും ഇല്ല. അപ്പോൾ ആരെൻ്ററാം? 23. നെക്സ്റ്റ് ബാക്ക് ട്രാക്ക് ചെയ്ത് 25 വരുന്നു. അവിടെ ലെഫ്റ്റ് ഇല്ല, ലെഫ്റ്റ് തീർന്നു, റൈറ്റും ഇല്ല, ആരേ ഉള്ളൂ? ഡേറ്റേ ഉള്ളൂ. ഡേറ്റ് എന്താണ്? 25. അടുത്ത് വീണ്ടും ബാക്ക് ട്രാക്ക് ചെയ്ത് 20ൽ വന്നു. അവിടെ ലെഫ്റ്റും പോയി, റൈറ്റ് ഫുൾ ക്ലിയർ ആയി. ഇനി ആരേ ഉള്ളൂ? ഡേറ്റ. അപ്പോൾ എന്താണ്? 20. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നിന്ന് ബാക്ക് ട്രാക്ക് ചെയ്ത് ഇവിടെ എത്തി, ടോപ്പ് റൂട്ടിലെത്തി. ടൂപ്പിൽ ലെഫ്റ്റ് ഫുൾ ക്ലിയർ ആയില്ലേ. ഇനി എന്തേ ഉള്ളൂ? റൈറ്റിലോട്ട് പോകണം, LRD. ഇവിടെ ലെഫ്റ്റ് ഉണ്ടോ? ഉണ്ട്, LRD. സോ ഇവിടുത്തെ ലെഫ്റ്റിൽ വേറെ എന്തെങ്കിലും ലെഫ്റ്റ് ഇനി പോകുന്നുണ്ടോ? ഇല്ല. എല്ലും പോയി, 6ഉം പോയി. ഇനി ആരേ ഉള്ളൂ? ഡേറ്റ, 35. നെക്സ്റ്റ് ഇനി ബാക്ക് ട്രാക്ക് ചെയ്ത് 39ലെത്തി. ഇവിടെ ലെഫ്റ്റ് ഉണ്ടോ? ലെഫ്റ്റ് ക്ലിയർ ആയി. ഇനി ആരോ റൈറ്റ് ആണ്, 42 ഉണ്ട് അല്ലേ, LRD. ഇവിടെ ലെഫ്റ്റും ഇല്ല, റൈറ്റും ഇല്ല, ഡേറ്റ മാത്രമേ ഉള്ളൂ. ലെഫ്റ്റും റൈറ്റും അവസാനം ഡേറ്റ് എന്താണ്? 42.
നെക്സ്റ്റ് വീണ്ടും ബാക്ക് ട്രാക്ക് ചെയ്ത് ഇവിടെ എത്തി 39. ലെഫ്റ്റും പോയി റൈറ്റും ക്ലിയർ, ആരേ ഉള്ളൂ 39. വീണ്ടും ബാക്ക് ട്രാക്ക് ചെയ്ത് ഇവിടെ പോകും 30ൽ പോകും, ലെഫ്റ്റ് പോയി റൈറ്റും പോയി, ഇനി ആരേ ഉള്ളൂ ഡേറ്റ 30. സോ റൂട്ട് നോഡ് എന്ത് ലാസ്റ്റ് വന്നില്ലേ. സോ ഇതാണ് നമ്മുടെ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സിൽ ആൻസർ ആയിട്ട് വരുന്നത്. 15, 10, 23, 25, 20, 35, 42, 39, 30. ക്ലിയർ അല്ലേ ഈ ചെയ്തത്? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ഫൈൻ. സോ നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ആവുന്ന ഹാഷിംഗ് ടെക്നിക്സിലൂടെയാണ്. ഹാഷിങ്ങിൽ നമുക്കറിയാം, ഹാഷിങ് ചെയ്യുന്ന സമയത്ത് അവിടെ കൊളീഷൻ സംഭവിക്കാറുണ്ടല്ലേ. സോ കൊളീഷൻ റെസൊല്യൂഷൻ ടെക്നിക്സ് ആയിട്ട് നമുക്ക് 2 തരമാണോ ഉള്ളത്, ക്ലോസ്ഡ് ഹാഷിങ്ങും ഓപ്പൺ ഹാഷിങ്ങും. ക്ലോസ്ഡ് ഹാഷിങ്ങിൽ വരുന്ന ലീനിയർ പ്രോബിംഗ്, ക്വാഡ്രാറ്റിക് പ്രോബിംഗ്, ഡബിൾ ഹാഷിംഗ്, സെപ്പറേറ്റ് ചെയിനിങ് ആണ് ഓപ്പൺ ഹാഷിങ്ങിൽ വരുന്നത്. ഈ ഒരു ടെക്നിക്സ് പഠിച്ചു വയ്ക്കുക. ഈ ഒരു ഓരോ പ്രോബിംഗ് വൻസ് ഡേറ്റ സ്ട്രക്ചറിൽ MCQ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അവരൊരു സീക്വൻസ് ഓഫ് ഒരു നമ്പർ തരും, അത് ആ ഒരു ടേബിൾ സൈസും തരും, അതിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യണം. സോ അവിടെ കൊളീഷൻ വരുന്ന സമയത്ത് കൊളീഷൻ വന്നാൽ അത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള പ്രോബിംഗ് അവർ തന്നിട്ടുണ്ട്. ചിലപ്പോൾ ലീനിയർ പ്രോബിംഗ് യൂസ് ചെയ്ത് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് പ്രോബിംഗ് യൂസ് ചെയ്ത് ചെയ്യാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. സോ ഇത് ഓരോന്നും എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. സോ നോക്കിക്കോ, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ലീനിയർ പ്രോബിങ്ങിന്റെ. ലീനിയർ പ്രോബിങ്ങിൽ സാധാരണ ഹാഷ് ഫംഗ്ഷൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. h(k) k mod 10. സോ നമുക്ക് ഇവിടെ 3 എലമെന്റ്സ് ഒരു ടേബിൾ സൈസ് തന്നിട്ടുണ്ട്. സപ്പോസ് ഇപ്പോഴത്തെ ഇവിടുത്തെ ടേബിൾ സൈസ് 10 ആണെന്ന് വിചാരിക്കുക. 10 ആണെങ്കിൽ 0 to 9 ഇൻഡെക്സ് വരെ 10 എന്ന് പറഞ്ഞാൽ ടേബിൾ സൈസിന്റെ അത് വരും. സോ നമുക്ക് 3 എലമെന്റ്സ് ആണ് ഇതിലോട്ട് എൻ്റർ ചെയ്യാവുള്ളത്. സോ നമ്മൾ ആദ്യം ഓരോ എലമെന്റും ഈ ഒരു ഫംഗ്ഷൻ വെച്ച് ചെയ്യുന്ന ടൈമിൽ കൊളീഷൻ വന്നാൽ മാത്രം അത് റിക്കവർ ചെയ്യാനുള്ള ലീനിയർ പ്രോബിന്റെ ഇക്വേഷൻ ആണ് ഇത്. ഓരോ ടെക്നിക്സിലും ഓരോ ടൈപ്പ് ഇക്വേഷൻ ആയിരിക്കും പഠിക്കാനുള്ളത്. h(k) = h(k+1) മോഡ് ടേബിൾ സൈസ്. ഓക്കെ ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ 53യുടെ h(k) ആണ് കണ്ടുപിടിക്കാൻ പോണത്. 53യുടെ h(k) = എന്തെന്ന് വരും? 53% 10 ചെയ്യുമ്പോൾ എന്തായിരിക്കണം? ഡിവൈഡ് ചെയ്തിട്ട് എൻ്റെ റിമൈൻഡർ ആണ് വരുന്നത് അല്ലേ. സോ 3. ഇനി 25 ആണെങ്കിലോ 25% 10 ചെയ്യുമ്പോൾ 5 വരും. സോ നമ്മൾ ആദ്യം ഓരോന്നും ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ എൻ്റർ ചെയ്ത് പോകും. ഫസ്റ്റ് 153 നമ്മൾ എൻ്റർ ചെയ്യാൻ പോയപ്പോൾ h(k) ഫംഗ്ഷൻ എത്ര കിട്ടി? 3 ആണ് കിട്ടിയത്. അപ്പോൾ 3 എന്ന് പറയുന്ന ഇൻഡെക്സിൽ വേണം ഈ വാല്യൂ എൻ്റർ ചെയ്യാൻ. 3 എന്ന് പറഞ്ഞ ഇൻഡെക്സിൽ 53 എൻ്റർ ചെയ്തു. ഓക്കെ അല്ലേ? അടുത്ത് 25 ആണ്. 25% 10. സോ ഇവിടെ വരുമ്പോൾ 25ൽ 5 ആണ് വന്നില്ല ആൻസർ. അപ്പോൾ 5 എന്ന് പറഞ്ഞ ഇൻഡെക്സിൽ എന്ത് ചെയ്യും? 25 എൻ്റർ ചെയ്തു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 42% 10 എത്ര കിട്ടും? 2 കിട്ടും. സോ 2 എന്ന് പറഞ്ഞ ഇൻഡെക്സിൽ ആരും ഇല്ലെങ്കിൽ നമുക്ക് ആരും എൻ്റർ ചെയ്യാം? 42നെ എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് 13% 10 അപ്പോൾ എത്ര കിട്ടും? 3 അല്ലേ? 3 എന്ന് പറഞ്ഞാൽ ഓൾറെഡി 53 ഉണ്ടല്ലേ. സോ ഈ 13 എനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റുമോ? സോ അവിടെ ഫോം ചെയ്യുന്ന പ്രോബ്ലമാണ് കൊളീഷൻ സംഭവിക്കില്ല. ഇവിടെ 53 ഓൾറെഡി എൻ്റർ ആയി 3 എന്ന് പറഞ്ഞ ഇൻഡെക്സിൽ. എനിക്ക് ഹാഷ് ഫംഗ്ഷൻ വെച്ച് ചെയ്യുമ്പോൾ കിട്ടിയത് എന്താണ്? 3 എന്നാണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ ലീനിയർ പ്രോബിങ്ങിന്റെ ഈ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ എന്തായിരുന്നു? h(k) = h(k+1) ടേബിൾ സൈസ് ഇവിടെ എത്ര? 10. k+1 നമ്മളിവിടെ k എന്തായിരുന്നു? 3 ആണ്. h(k) എന്താണ്? 3 ആണ്. സോ 3+1% 10 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4%. 4% 10 കിട്ടുമ്പോൾ എത്ര കിട്ടും? ഉത്തരം 4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. സോ നമുക്കിപ്പോൾ ഏത് ലൊക്കേഷനിൽ എൻ്റർ ചെയ്യാം? 4 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ എന്ത് ചെയ്യാം? 4 എന്ന് പറഞ്ഞ ഇൻഡെക്സ് ആണ് നമുക്ക് കിട്ടിയ h(k) അല്ലേ. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ 13 എൻ്റർ ആവുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നോക്കാം. 89% 10 ആൻസർ എത്ര കിട്ടും? 9 കിട്ടുമല്ലേ. സോ 9ൽ 89 ആരുമില്ല. സോ 89 എൻ്റർ ആയി. നെക്സ്റ്റ് ഓക്കെ, വീണ്ടും 9 ആണ്. സോ 9% 10 ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും? 9 വരും. അപ്പോൾ അവിടെ ഓൾറെഡി 9ൽ എൻ്റർ ആയി, അവിടെ എന്ത് വരും? കൊളീഷൻ വരും. അപ്പോൾ നമ്മൾ h(k) ഫംഗ്ഷൻ യൂസ് ചെയ്യും. അപ്പോൾ 9+1% 10. അപ്പോൾ 10% 10 കിട്ടുമ്പോൾ എന്ത് കിട്ടും? 0 കിട്ടും. 0th ഇൻഡെക്സിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അവിടെ നമുക്ക് ആരെ പ്ലേസ് ചെയ്യാം? 9നെ പ്ലേസ് ചെയ്യാം. മനസ്സിലായോ? ഇതാണ് ലീനിയർ പ്രോബ്ലം. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്വാഡ്രാറ്റിക് പ്രോബ്ലം. ക്വാഡ്രാറ്റിക് പ്രോബ്ലം ഇക്വേഷൻ വന്നിട്ട് h(k) = h(k+i²) ടേബിൾ സൈസ് എന്നാണ്. സോ ഇവിടെയും ടേബിൾ സൈസ് 10 ആണ്. എലമെന്റ്സ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് വ്യത്യാസം വരുത്തിയെന്നേ ഉള്ളൂ. ഓക്കെ. സോ 10 എന്ന് പറയുമ്പോൾ 0 to 9 വരെ ഞാൻ ഇൻഡെക്സ് ഉള്ള ടേബിൾ വരച്ചിട്ടുണ്ട്. ഇത്രയും എലമെന്റ്സും ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ആദ്യം h(k) കണ്ടുപിടിക്കാം. ഓക്കെ.
അപ്പോൾ ആദ്യം 22യുടെ എച്ച് ഓഫ് കെ ഈക്വൽ ടു എന്താണ് 22% 10 ചെയ്യുമ്പോൾ എത്ര കിട്ടും 2 കിട്ടും. സോ 2 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സിൽ ആരുമില്ല. സോ നമുക്ക് ആരെ എൻ്റർ ചെയ്യാം 22നെ എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് 6 എച്ച് ഓഫ് കെ ഈക്വൽ ടു 6% 10 ചെയ്യുമ്പോൾ എത്ര കിട്ടും 6 കിട്ടും. സോ 6 എൻ്റർ ചെയ്യാം. 6ൻ്റെ അവിടെ എന്ത് 6 തന്നെ എൻ്റർ. ഓക്കെ. നെക്സ്റ്റ് 11 ആണ്. 11% 10 ചെയ്യുമ്പോൾ എത്ര കിട്ടും 1 കിട്ടും. സോ 1ൽ ആരുമില്ല. സോ 11 എൻ്റർ ചെയ്തു. 53% 10 3 കിട്ടും. സോ 53. ഓക്കെ. നെക്സ്റ്റ് 28% 10 ചെയ്യുമ്പോൾ അവിടെ നിന്ന് 8 വരും. 8ൽ ആരുമില്ല. 28 കയറി. അടുത്ത് 77% 10 7 വരും. 7ലും ആരുമില്ല. ലാസ്റ്റ് 66% 10 ചെയ്യുമ്പോൾ എത്ര കിട്ടും 6 ആണ് കിട്ടുന്നത്. 6ൽ ഓൾറെഡി 6 ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് വന്നു കൊളീഷൻ വന്നു. ഇവിടെയാണ് നമുക്ക് കൊളീഷൻ വന്നത്. 66ൽ 6 ആണ് കിട്ടിയ എച്ച് ഓഫ് കെ. അപ്പോൾ 6. അപ്പോൾ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഈ ഒരു ഫോമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും നോക്കിയപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും എച്ച് ഡാഷ് ഓഫ് കെ ഈക്വൽ എച്ച് ഓഫ് കെ പ്ലസ് ഐ സ്ക്വയർ. ഇവിടെ ഐ എന്ന് പറയുന്ന വാല്യൂ എവിടം തൊട്ട് എവിടം വരെ റേഞ്ച് ആവും എന്നറിയോ? ഐ എന്ന് പറയുന്നത് 0 മുതൽ 9 വരെ വരാം. ഓക്കെ. ഐയുടെ വാല്യൂ 0 തൊട്ട് എവിടം വരെ വരാം 9 വരെ വരും. ഓക്കെ. ഐ എന്ന് പറഞ്ഞാൽ ആ ഒരു പൊസിഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇൻഡെക്സ്. ഓക്കെ. അപ്പോൾ എച്ച് ഓഫ് കെ എച്ച് ഓഫ് കെ പ്ലസ് ഐ സ്ക്വയർ. കെയുടെ വാല്യൂ എത്രയായിരുന്നു 6 പ്ലസ് ഐ സ്ക്വയർ. ഐക്ക് ഞാൻ ആദ്യം 0 ഇട്ട് കൊടുത്തു വിചാരിക്കും. 0 ഇട്ടാലും ആൻസർ എത്ര കിട്ടും 6 കിട്ടുള്ളൂ അല്ലേ. ഐക്ക് 1 ഇട്ട് കൊടുത്തു. 1 സ്ക്വയർ വെച്ചാൽ എത്ര കിട്ടും 1 സ്ക്വയർ ഇട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. 1 സ്ക്വയർ ഇട്ട് നോക്കിക്കേ. ടേബിൾ സൈസ് 10 തന്നെയാണ്. അപ്പോൾ 7 mod 10 എന്ന് വരും. അപ്പോൾ എത്ര കിട്ടും 7 കിട്ടും. 7ൽ ഓൾറെഡി എൻട്രി ആണ്. സോ പറ്റില്ല. അപ്പോൾ ഐയുടെ വാല്യൂ മാറ്റി കൊടുക്കണം. ഐയുടെ വാല്യൂ എന്ത് കൊടുക്കണം 2 എടുക്കുകയെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഒരു എച്ച് ഡാഷ് ഓഫ് കെ ഈക്വൽ ടു 6 പ്ലസ് 2 സ്ക്വയർ % 10. അപ്പോൾ എത്ര കിട്ടും 4 പ്ലസ് 6 10. 10 mod 10% 10 കിട്ടും. അപ്പോൾ ഉത്തരം എത്ര 0 ഇൻഡെക്സിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ 66 എവിടെ നമുക്ക് എൻ്റർ ചെയ്യാം 0 എന്ന് പറഞ്ഞാൽ എൻ്റർ ചെയ്യാം. മനസ്സിലായോ? ഇതാണ് ക്വാഡ്രാറ്റിക് പ്രോബ്ലം. ഓക്കെ അല്ലേ? സോ ഇത് നോക്കിക്കോ. ഡബിൾ ഹാഷിങ്ങിലെ ഫോമുലയാണ് h1 ഓഫ് കെ പ്ലസ് ഐ ഓഫ് h1 ഓഫ് കെ പ്ലസ് ഐ ഓഫ് h2 ഓഫ് കെ പെർസെൻറ്റേജ് ടേബിൾ സൈസ്. ഇവിടെ 2 ഹാഷ് ഫംഗ്ഷൻ ഉണ്ട്, h1 ഓഫ് കെയും h2 ഓഫ് കെ. സോ h2 ഓഫ് കെ എന്ന് പറയുന്നത് 8 മൈനസ് കെ പെർസെൻറ്റേജ് 8 ആണ്. സോ ഞാൻ ഇത്രയും ഒരു എലമെന്റ് ഉണ്ട്. നമുക്ക് ടേബിൾ സൈസ് വന്നിട്ട് 11 ആണ്. 0 to 10 വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ 20 ആദ്യം %11 ഹാഷ് ഫംഗ്ഷൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ചെയ്ത് നോക്കാം. നമുക്ക് 9 ആയിരിക്കും കിട്ടുക. ഓക്കെ. അപ്പോൾ 9 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സിൽ എനിക്ക് ആരെ എൻ്റർ ചെയ്യാം 20യെ എൻ്റർ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് 34% 11 ചെയ്യുമ്പം എത്ര കിട്ടും 1 കിട്ടും. സോ 1 എന്ന് പറയുന്ന ഇൻഡെക്സിൽ നമുക്ക് ആര് പ്ലേസ് ചെയ്യാം 34നെ പ്ലേസ് ചെയ്യാം. നെക്സ്റ്റ് 45% 11 ചെയ്യുമ്പോൾ എന്ത് കിട്ടും 1 കിട്ടും. ഓക്കെ. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും 1 കിട്ടും. 1 കിട്ടുന്നതുകൊണ്ട് നമ്മൾ അവിടെ ഓൾറെഡി 34 പ്ലേസ് ചെയ്തു. അപ്പോൾ അവിടെ എന്ത് വന്നു കൊളീഷൻ വന്നു. നമ്മൾ ഈ ഫംഗ്ഷൻ വെച്ച് ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണേ h1 ഓഫ് കെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1 ആണ് ഉത്തരം. ഒന്നും കൂടെ ഞാൻ ഫോമിൽ എഴുതാം. h1 ഓഫ് കെ പ്ലസ് ഐ h2 ഓഫ് കെ പെർസെൻറ്റേജ് ടേബിൾ സൈസ്. ഓക്കെ. h1 ഓഫ് കെ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ആണ്. അടുത്ത് ഐ എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ നമുക്ക് എന്ത് വേണോ ഇട്ട് കൊടുക്കാം അല്ലേ. 0 ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പം 1 ആണ് ഇട്ട് കൊടുക്കുന്നത് വിചാരിക്കും. 1 ഇൻറ്റു h2 ഓഫ് കെ. h2 ഓഫ് കെ എന്ന് പറയുമ്പോൾ 8 മൈനസ് കെ. അപ്പം എവിടെ കിട്ടും 8 മൈനസ് കെ. ഇവിടെ കെയുടെ വാല്യൂ എന്താണ് കെയുടെ വാല്യൂ 45 ആണ്. 45% 8 ചെയ്യുമ്പോൾ എത്ര കിട്ടും 3 കിട്ടും ഇല്ലേ. സോ 3% 11 ചെയ്യുമ്പോൾ എത്ര 1 പ്ലസ് 1 ഇൻറ്റു 3. അപ്പോൾ എത്ര കിട്ടും 1 പ്ലസ് 3 4% 11. ആൻസർ എത്ര ആയിരിക്കും 4 ആണ്. സോ 4 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സിൽ എന്ത് പ്ലേസ് ചെയ്യാം 45. നമുക്ക് ന്യൂ ഇൻഡെക്സ് കിട്ടി 45 പ്ലേസ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയാണ് ഓരോ കൊളീഷൻ. ബാക്കിയും കൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ. കൊളീഷൻ വന്നാൽ എങ്ങനെ റീപ്ലേസ് ചെയ്യണമെന്ന് അറിയാലോ. സോ ഇതാണ് ഡബിൾ ഹാഷ്. ഡബിൾ ഫംഗ്ഷൻസ് വന്ന് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? സോ അടുത്ത് സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതേപോലെ ഞാൻ 0 to 9 10 സൈസുള്ള ടേബിൾ ഉണ്ട്. ഇത്ര എലമെന്റ്സ് എനിക്ക് എൻ്റർ ആണ്. അപ്പം ഞാൻ ആദ്യം 22% ടേബിൾ സൈസ് 10 ചെയ്യുന്ന സമയത്ത് 2 കിട്ടി. ഞാൻ ആദ്യം 2 എൻ്റർ ആയി 22ൽ. നെക്സ്റ്റ് 10 ചെയ്യുമ്പോൾ നമുക്ക് എത്ര 0 കിട്ടും. 0 എന്നാണ് ഇൻഡെക്സിൽ ആഡ് ചെയ്യാം. 10 എൻ്റർ ചെയ്തു. നെക്സ്റ്റ് 32% 10 ചെയ്യുമ്പോൾ എത്ര 2 കിട്ടും.
സോ ഓൾറെഡി ഇവിടെ 2 എൻ്റർ ആയില്ലേ. സെപ്പറേറ്റ് ചെയിനിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വേറൊരു ഫംഗ്ഷൻ വെച്ചോ എന്ത് ചെയ്യത്തില്ല, പുതിയ ഒരു ഇൻഡെക്സ് കണ്ടുപിടിക്കില്ല. ഈ 22 കൂടെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് പോലെ ഒരു സെപ്പറേറ്റ് ഇതുണ്ടാക്കിയിട്ട് നമ്മൾ ആരെ കയറ്റും, 32 കയറ്റും. മനസ്സിലായോ? സോ ഇങ്ങനെ ഒരു ചെയിനായിട്ട് ഇപ്പം എക്സ്ട്രാ ഇനി അടുത്ത ഒരേപോലെ ഒരു സ്ഥലത്ത് വന്ന് ചെയിനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? ഇതാണ് എന്ത് സെപ്പറേറ്റ് ചെയിൻ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? 43. ഓക്കെ, ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടോ നമ്മളിപ്പോൾ പെർഫോം ചെയ്ത ഹാഷിംഗ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കി, കൺസിഡർ ദ ഹാഷ് ടേബിൾ ഓഫ് സൈസ് 7 ഉണ്ട്. ഇവിടെ നമുക്ക് ഹാഷ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 2x + 5 mod 7 എന്ന്. ഓക്കെ, ഞാൻ അവിടെ ഹാഷ് ഫംഗ്ഷൻ തന്ന എന്തായിരുന്നു, h(k) mod 10 ആയിരുന്നു അല്ലേ സൈസ്. സോ ഇവിടെ ചില ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് ഹാഷ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ചെറുതായിട്ട് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് 0 തൊട്ട് സ്റ്റേബിൾ സൈസ് എത്രയാണെന്ന് പറഞ്ഞാൽ 7 ആണെന്ന് പറഞ്ഞില്ലേ. 0 മുതൽ 7 വരെ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടുത്തെ ഹാഷ് ഫംഗ്ഷൻ എന്താണ്, 2x ആണ്. നമുക്ക് ഇത്രയും വാല്യൂസ് 1 ഉണ്ട്, 4 ഉണ്ട്, 9 ഉണ്ട്, 6 ഉണ്ട്, ഇത്രയും എൻ്റർ ചെയ്യണം. സോ ഫസ്റ്റ് വൺ നമ്മൾ ആദ്യം 1ന് 2 × 1 + 5 അല്ലേ. അപ്പോൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും, 2 × 1 2 + 5 7 mod 7 എന്ന് കിട്ടും. ചെയ്യുമ്പോൾ എത്ര കിട്ടും, ഉത്തരം 0 ആണ്. സോ ഫസ്റ്റ് ഇൻഡെക്സ് കയറ്റാം ആരെ, 1ന്. ഓക്കെ, നെക്സ്റ്റ് 4 ആണ്. 2 × 4 + 5 2 × 4 8 8 + 5 13. അപ്പോൾ എത്ര കിട്ടും, 13% 7. ചെയ്യുമ്പോൾ എത്ര കിട്ടും, 6. ചെയ്ത് നോക്കാം. അപ്പോൾ 6 എന്നാണ് ഇൻഡെക്സിൽ നമുക്ക് ആര് വയ്ക്കാം, 4നെ വയ്ക്കാം. സോ ഇവിടെ ഇനി എന്തെങ്കിലും കൊളീഷൻ വരുന്നാൽ നോക്കാം. ഓക്കെ, വരത്തില്ല, മാക്സിമം നോക്കാം. അപ്പം ഇങ്ങനെ ഇത് ജസ്റ്റ് ഇവിടെ കൊളീഷൻ ഒന്നും ഇല്ല, നിങ്ങൾ ജസ്റ്റ് എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, ഏതൊക്കെ വാല്യൂസിനെ നിങ്ങൾ ചെയ്ത് നോക്കാം, ഏതൊക്കെ വാല്യൂസ് വരുന്നോ ആ ഒരു ടേബിൾ എൻ്റർ ചെയ്ത് നോക്കാം. അതിൽ ഈ ഇടയ്ക്ക് ഇപ്പം നമ്മളിപ്പം ഈ ടേബിൾ ഇങ്ങനെ വരുന്നു വിചാരിക്കുക, 0 1 2 3. അപ്പോൾ ഇവിടെ 1 ഉണ്ട്, ഇവിടെ ആയിരിക്കും 4. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരും. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിനെ ഡാഷ് ഇട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. കാണിച്ചിട്ടുണ്ട്, നോട്ട് ദാറ്റ് ഡാഷ് ഡിനോട്ട്സ് എ എംപ്റ്റി ലൊക്കേഷൻ ഇൻ ദ ടേബിൾ. സോ അങ്ങനെ ഏത് ഓർഡറാണ് ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ നോക്കി എഴുതുക. ഓക്കെ, ആൻസർ വന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ആൻസർ വന്നിട്ട് D ആണ്. ഓക്കെ, ആൻസർ D. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നമുക്ക് ക്വാഡ്രാറ്റിക് പ്രോബിംഗ് യൂസ് ചെയ്ത് 58ൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. ടേബിൾ തന്നിട്ടുണ്ട് 0 to 9 എലമെൻറ്റ്സ് 58 എവിടെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു നോക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? സോ ഇവിടെ പ്രത്യേകിച്ച് ഹാഷ് ഫംഗ്ഷനൊന്നും തന്നിട്ടില്ല. നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, 58% 10 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 8 കിട്ടും. സോ 8 ആണ്. 8ൽ എന്ത് ചെയ്താൽ മതി, വെച്ചാൽ മതി. അപ്പോൾ നോക്കി 8ൽ വയ്ക്കുന്ന ടൈമിൽ 8ൽ ഓൾറെഡി എന്തുണ്ട്, 18 ഉണ്ട്. സോ ഇവിടെ എന്ത് വന്നു, കൊളീഷൻ വന്നു. അതുകൊണ്ടാണ് യൂസിങ് ക്വാഡ്രാറ്റിക് പ്രോബിംഗ്. സോ ക്വാഡ്രാറ്റിക് പ്രോബിങ്ങിൻ്റെ ഇക്വേഷൻ അറിയാം. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, h(k) + I² % ടേബിൾ സൈസ്. സോ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഇപ്പം ഐയുടെ വാല്യൂ ഏത് വരെയെന്ന് അറിയില്ല, 0 to 9 ആണ്. സോ ഐയുടെ വാല്യൂ മാറ്റിയും തിരിച്ചും നോക്കുക, 1 ഇട്ട് കൊടുക്കുക, 2 ഇട്ട് കൊടുക്കുക, ഫോമുലയിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു ഇൻഡെക്സ് കിട്ടും. സോ അവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം. ആൻസർ വന്നിട്ട് 2ലായിരിക്കും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. ചെയ്ത് നോക്കുക. ഓക്കെ, ആൻസർ വന്ന് ഓപ്ഷൻ B ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കി, കൺസിഡർ ദ ഡബിൾ ഹാഷിംഗ് സ്കീം ഇൻ വിച്ച് പ്രൈമറി ഹാഷ് ഫംഗ്ഷൻ. ഇവിടെ ഒരു ഹാഷ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. h1(k)യും h2(k)യും തന്നിട്ടുണ്ട്. ടേബിൾ സൈസും തന്നിട്ടുണ്ട് അല്ലേ, 23. ഓക്കെ, ഇതിൽ എവിടെയായിരിക്കും, അസ്യൂം ദാറ്റ് ദ പ്രോബ് സീക്വൻസ് ബിഗിൻസ് അറ്റ് 0 ഫോർ ദ കീ വാല്യൂ k = 90. ഓക്കെ, സോ ഇത് നമുക്ക് ഡബിൾ ഹാഷിംഗ് ആണല്ലേ. ഡബിൾ ഹാഷിംഗ് വെച്ചിട്ട് 90 കീ വാല്യൂ 90 എവിടെ വരുമെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ഫംഗ്ഷൻ ഡബിൾ ഹാഷിംഗ് അറിയാമല്ലോ, ഫോമുല ഇട്ട് നോക്കി കണ്ടുപിടിക്കാം. h1(k) തന്നിട്ടുണ്ട് 90% എത്ര, 23 അല്ലേ, 90ലെ കണ്ടുപിടിക്കാനുള്ള കീ. നമ്മൾ നേരത്തെ ഞാനൊരു എക്സാമ്പിൾ വെച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് h2(k) എന്തായിരുന്നു, 8% അല്ലേ.
8 അങ്ങനെ സംതിങ് എന്തോ ആയിരുന്നു. സോ ഓരോ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഓരോ ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് 13 ആണ്. ചെയ്ത് നോക്കുക. ക്വാഡ്രാറ്റിക് അല്ല, ഡബിൾ ഹാഷിംഗ്. ഫോമുല ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഞാൻ തന്നിട്ടുള്ള സെയിം ഫോമുല തന്നെയാണ്. പ്രോബിൻ്റെ വാല്യൂ അറിയാമല്ലോ, i = 1 എന്ന് അവിടെ തന്നിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. ഇനി ഇത് കുറച്ചൊരു കമ്പാരിസൺ ആണ്, ജസ്റ്റ് നോക്കിയിട്ട് പോയത്. പ്രൈമറി ക്ലസ്റ്ററിങ് ഉള്ളത് ലീനിയർ പ്രോബിങ്ങിലാണ്. സെക്കൻഡറി ക്ലസ്റ്ററിങ് ആണെങ്കിൽ ലീനിയർ പ്രോബിങ്ങും വരും, ക്വാഡ്രാറ്റിക് പ്രോബിങ്ങും വരും. നമ്പർ ഓഫ് പ്രോബ് സീക്വൻസ് ലീനിയർ പ്രോബിങ്ങിൽ m ആണ്, ക്വാഡ്രാറ്റിക് പ്രോബിങ്ങിൽ m ആണ്. ഡബിൾ ഹാഷിംഗ് അറിയാലോ, m² ആണ്. നമ്മൾ i² അല്ലേ കൊടുക്കുന്നത്. പ്രോബ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് പ്രോബ് ആണ് i ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്യാച്ച് പെർഫോമൻസ് ബെസ്റ്റ് ആയിരിക്കും ലീനിയറിൽ, ലൈസ് ബിറ്റ്വീൻ 2, പുവർ ആണ് ഡബിൾ ഹാഷിംഗ്. ജസ്റ്റ് ഒരു കമ്പാരിസൺ. ഓക്കെ, ജസ്റ്റ് നോക്കിയിട്ട് പോവാം. 1 മാർക്കിനല്ല MCQ ആയിട്ട് ചോദിക്കാം. നെക്സ്റ്റ് ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ കണ്ടോ. ഫ്രം ദ ഗിവൺ ടേബിൾ ഫൈൻഡ്, ഇവിടെ ഉള്ള ഇത് കണ്ടുപിടിക്കണം. ഹാഷ് ഓഫ് x mod 10 എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് ഏതാണ് വരുന്നത്? എങ്ങനെയായിരിക്കും? നമുക്കിപ്പോൾ 2 അല്ലേ തരണേ, അപ്പോൾ ഇവിടുത്തെ x ആണ്, എക്സിൻ്റെ വാല്യൂ എന്താണ്? 2 ആണ്. സോ 2 mod 10 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ചെയ്ത് നോക്കാം. ഓക്കെ, 2 mod 10 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ആൻസർ വരുന്നത് 12 ആണ്. ഓക്കെ, ജസ്റ്റ് ഹാഷ് ഫംഗ്ഷനിൽ എക്സിൻ്റെ വാല്യൂ 2 ഇട്ട് കൊടുക്കാൻ മതി. ഓക്കെ, 2 mod 10 ചെയ്യുമ്പോൾ 12 കിട്ടും. ഓക്കെ.